കണ്ടോൾക്കൊക്കെ ഏറ്റവും ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മാസ് മസാല നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കണം. പിന്നെ ഇതിൽ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ കുറച്ച് ഷോർട്സ് ഇതിൽ കൂടുതലാണ്, അല്ലെങ്കിൽ കോലീഡർ ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഷോർട്സ് കൂടുതലാണെന്നുള്ളത് ചിന്തിക്കരുത്. ഇത് ഞാൻ പെയ്ഡ് വർക്കാണ്, ഞാൻ പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചാണ്. അപ്പോൾ ഒബ്വിയസ്ലി അതിൽ നമ്മളെ സിനിമയിലെ നടൻ നമ്മളാണല്ലോ, ആ ഒരു സംഭവത്തിൽ മാത്രം ചെയ്തതാണ്. അല്ലാതെ ഈഗോ അല്ലെങ്കിൽ പറയുന്ന ഓരേക്കാട്ടിലും നമ്മൾ മെയിൻ അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഇതിലില്ല. മനസ്സിലായോ? അതൊന്നും ആരും മിസ്റ്റേക്കിലായാണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. അതാണ് ഞാൻ പറയാൻ വന്നത്. മനസ്സിലായോ? അത് നമ്മൾ പെയ്ഡ് വർക്കാണ്, അത് പൈസ കൊടുത്താണ്ട് ചെയ്യിപ്പിച്ചാ. അപ്പോൾ അതിൽ ഒബ്വിയസ്ലി എൻ്റെ പൈസ കൊടുത്താണ്ട് ഞാൻ ചെയ്യിപ്പിക്കും, ഞാൻ ഒബ്വിയസ്ലി ഞാൻ ഇതായിരിക്കുമല്ലോ, അത്രേ ഉള്ളൂ. എന്നാലും ഇന്നേക്കാട്ടിലും ഹൈപ്പ് ഞാൻ നിയാദന കൊടുത്തുകൊണ്ട് തന്നെയാണ് കറക്റ്റ് പ്രോപ്പർ ഡെക്കോറത്തിൽ തന്നെയാണ് നമ്മളത് ചെയ്തത്. അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി വലുതാക്കിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മേ ബി ഞാൻ പറയണില്ല, അത് ഞാൻ നിങ്ങളെ ഡിസപ്പോയിൻ്റ് ചെയ്യിക്കൂല. ഓക്കെ, അത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അതായിരിക്കും നല്ലത്. മേ ബി ഗെയിമിൽ അവർ ഉണ്ടാക്കി വെച്ചൊരു സംഭവം ഉണ്ട്, ഒരു സാമ്രാജ്യം ഉണ്ട്. മനസ്സിലായി? സിറ്റിയിലൊന്നും കേറിയിട്ട് GTA കേറിയിട്ട് അവരെക്കാളും മുകളിൽ വെക്കാന്ന് പറഞ്ഞാൽ അത് എന്നാ GTA എടുക്കടാ, ഇപ്പൊ തന്നെ തീർത്താളെ എന്താടാ ഈ മരം ഡൗൺലോഡ് ആക്കാലോ ഇപ്പൊ തന്നെ. പിന്നെ ഷിബു ഇല്ല എന്നുള്ളത് ഡിസ്കോഡിൽ ഇപ്പോൾ ആരൊക്കെ പറയുന്നത് കേട്ടു. ഷിബു പിന്നെ അതേമാതിരി ബാക്കിയുള്ള കുറേ ആൾക്കാരത് ആഡ് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സ്റ്റേ ട്യൂൺ എന്ന് പറയുന്നത് തന്നെ എന്താ വെച്ചാൽ വലുത് വരാൻ വേറെ ഉണ്ട്. മനസ്സിലായോ? അത്രമാത്രം അറിഞ്ഞാൽ മതി. ഇത് ഇനീഷ്യൽ സംഭവം ആയതുകൊണ്ട് ആസ് ഓഫ് നൗ MRCയിലെ കുറേ ആൾക്കാരെ അല്ല ഇപ്പോൾ കൊടുത്ത ആൾക്കാരെ ആസ് ഓഫ് നൗ MRCയിലെ ഇവരെയൊക്കെയാണ് ഓഡിയൻസിന് കൂടുതൽ അറിയാം. അതുകൊണ്ടാണ് ഇവരെ വെച്ചത്. മനസ്സിലായോ? സ്റ്റോം ഫോഴ്സ് താങ്ക് യു ഫോർ ദ 100 rupees സൂപ്പർ ചാറ്റ്. സ്റ്റോം ഫോഴ്സ് ആണ് നമ്മളെ KVA മാലിക് എന്ന് പറഞ്ഞത് കേട്ടോ. ഇവനാണ് വീഡിയോ എഡിറ്റ് ചെയ്തത്. സീരിയസ്ലി W എഫേർട്ടാണ് കാരണം ബെസ്റ്റ് പാർട്ണർ അവർ. സത്യം പറഞ്ഞാൽ ഞാനും ഈ പറയണ 12 മണിക്കൂർ 13 മണിക്കൂർ മാലിക്ക് ഇരിക്കുമ്പോൾ മാലിക്കിൻ്റെ ഒപ്പം ഇരുന്ന് ഒരു ക്ലൈൻറ്റ് എന്നുള്ള രീതിയിൽ ഞാനും ഇരുന്ന് കണ്ട് ചെയ്യിപ്പിച്ച ഒരു സംഭവം ഉണ്ട്. അത്രേ ഉള്ളൂ. പക്ഷേ അറ്റ് ലാസ്റ്റ് ഫുൾ ക്രെഡിറ്റ് ഓനക്ക് തന്നെയാണ്. ഞമ്മക്കതിൽ വലിയ റോളൊന്നുമില്ല. ഇരിക്കാൻ ഞാൻ ഇതേമാതിരി എൻ്റെ ലൈവും പരിപാടിയും എല്ലാം മാറ്റി വെച്ച് ഞാൻ വല്ലാതെ പുറത്തും പോയില്ല. ഞാൻ പുറത്ത് പോകുമ്പോൾ ഫോണിൽ വരെ ആ VCയിൽ ഇരുന്നിട്ടാണ് ഞാനത് ചെയ്തത്. എനിവേ W സീരിയസ്ലി താങ്ക് യു ഡാ. താങ്ക് യു സ്റ്റോം ഫോഴ്സ. W വീഡിയോ W എഡിറ്റ് താങ്ക് യു. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു കേസ് ഉണ്ടായിരുന്നു, ഉസ്മാൻ്റെയും ബിലാലിൻ്റെയും. WWW ഇത് ഞാൻ കണ്ടിന്. ഇത് ഞാൻ അറിയുന്നുണ്ട്, ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ബാങ്ക് കിട്ടിയതിനൊന്നല്ല, വേറൊരു കുണ്ണത്തിനും കാട്ടിയതിനാണ്. ഉസ്മാൻ കുറച്ച് സീനാണ് ഉസ്മാൻ്റെ ബാന് കുറച്ച് സീനാണ്. കാരണം ഓൾറെഡി ഓന് ഞാൻ പറയണില്ല, അത് കുറച്ച് വേറെ ഉസ്മാൻ്റെ സീനാണ്. റെഡി ആവും, നോക്കാം. റെഡി ആവോ നോക്കാം. ഡ്യൂഡാണെന്ന് അറിയാം, MLB-യിലുള്ള പിള്ളേരാണെന്നൊക്കെ അറിയാം. ഫാൽക്കനൊക്കെ എടുത്തായിരുന്നു. സെവൻ ഡേ മാത്രല്ലടാ, 7 ഡേ വിത്ത് റീവൈറ്റ് ലിസ്റ്റാ. മനസ്സിലായോ? അഥവാ ഇനി അവന് സിറ്റി കയറണമെന്നുണ്ടെങ്കിൽ തിരിച്ചൊരു വട്ടം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതിൽ ഒരു വട്ടം കൂടി വൈറ്റ് ലിസ്റ്റ് കിട്ടിയാൽ മാത്രമേ അവനക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. റീവൈറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് ബാനൊക്കെ മാറിക്കഴിഞ്ഞാൽ സിറ്റിയിൽ ഡയറക്റ്റ് തന്നെ കയറാം.
ഇത് റീവൈറ്റ് ലിസ്റ്റിന് ഇൻ്റർവ്യൂക്ക് പോകുമ്പം ദ സെഷൻ വിൽ ബി വെരി ടൈറ്റ്. അങ്ങനെ ഈസി ആയിട്ട് ഇൻ്റർവ്യൂ പാസ്സാവില്ല. അതാണ് അതിൻ്റെ ഒരു ചുരുക്കം. നോക്കിട്ട് പോടാ കണ്ടി അയ്യാ നിന്റെ ലീഡറിനെ കൊണ്ട് നോക്കിച്ചോ. എനിക്കറിയില്ല ഷെയ്ഖ് ബി നോബൽ. ഷെയ്ഖ് എന്ത് ചെയ്താലും ഭൂമി അറിയും. ഇവിടെ ആരൊക്കെയോ സ്റ്റേഡിയം സെറ്റ് ആക്കണം, ഇന്ന് സ്റ്റേഡിയത്തോടെ നടക്കണം എന്നൊക്കെ പറയണ കേട്ടോ. കൈവിട്ട് പോവാതെ നോക്കിക്കോ. ആര് സെറ്റ് ആക്കണെന്ന് ആര് സെറ്റ് ആക്കണമെന്ന് ഞാൻ വിളിച്ചു പറയണമെന്നുണ്ട്. ആരായിരിക്കും ഈ അത് മാത്രം. പുണ്ട ഇന്ന ഒറ്റയാണോ ബ്ലേക്ക്? അല്ല പെങ്കൊച്ചേതാ കൊച്ചൊരു ചെയ്തിയോ? speaker. സിമ്പിളാണെന്നോ വൈദ്യനാസറെ? സിമ്പിളല്ല. ഒരു കുറച്ച് നടത്തിയിട്ടേ വെയിറ്റ് ലിസ്റ്റ് കൊടുക്കുള്ളൂ. എനിക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്. ഇവന് ഈ മറ്റേ എന്താ പേരിന് ഒരു പുള്ളിക്കാരത്തി ഉണ്ടല്ലോ അവസാനം ഒരു ബ്ലേക്ക് വിളിച്ചു പറഞ്ഞൊരു ചെയ്തെന്നല്ലോണോ? അതുമായിട്ട് എന്തോ അവനങ്ങനെ പറഞ്ഞൂന്നോ എന്ത് ചെയ്തി. അത് തന്നെ എനിക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്. ഇവന് ഈ മറ്റേ എന്താ പേരിന് ഒരു പുള്ളിക്കാരത്തി ഉണ്ടല്ലോ അവസാനം ഒരു ബ്ലേക്ക് വിളിച്ചു പറഞ്ഞൊരു തൃശ്ശൂർ പയ്യൻ ഹായ് ഡൗത്തെ ഹായ് ഹായ് ഉണ്ടെന്നോ അവനങ്ങനെ പറഞ്ഞൂന്നോ? എന്തുണ്ട് എന്നാ പറയുന്നേ? ഞാൻ ഒന്നുമില്ല. മനസ്സിലായോ? നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ പൈസയൊക്കെ ഒന്ന് സെറ്റ് ആകാൻ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് പറയട്ടാണ്. പിന്നെ പൈസ അതുകൊണ്ടാണ് ക്യാമറ ഒന്നും മേടിക്കാത്ത. മനസ്സിലായ പൈസ എനിക്ക് കളയാൻ താല്പര്യമില്ല. അപ്പം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ എന്നാലും അമ്മ എന്നെ ഗെയിം കളിക്കുന്നതിൽ സപ്പോർട്ട് ചെയ്യും. ഗെയിം കളിച്ചോ പാലക്കിന് കുറച്ച് പേഴ്സണൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ജോലിക്കും പോകുന്നത്. അതൊക്കെ ഒന്ന് സെറ്റായിട്ട് റെഡിയാവും. വിൽ ഗെറ്റ് ബെറ്റർ. തൊപ്പി ലീഡർ കം ബാക്ക്. ഇതാരാ ടെസ്റ്റ് അടിച്ചായിരിക്കും. At Sarasex donated $1 Sarasex super chat. Asterisk. EXT, thank you bro, thank you for the $1 super chat. Dude Kutten, thank you for the 40 rupees super chat. Boss, I miss you now. ഉണ്ടാവട്ടെ, നാളെ മുതൽ ഉണ്ടാവും. ചിലപ്പം നോക്കട്ടെ, ഈ വരുന്ന വീക്കിൽ ഒരു ദിവസം ഞാൻ ചിലപ്പം ഇവിടെ ആയിരിക്കും, ഗ്യാങ് ഹൗസിലായിരിക്കും. ഞാൻ അതിൻ്റെ അടുത്തായിരിക്കും. തുപ്പി ടെസ്റ്റ് അടിച്ചാൽ കയറിയതായിരിക്കും. കണ്ടിൻ്റെ റബ്ബേ, ഷെമീറിനോട് എന്നെ കൊയ്യുള്ളൂല്ലേ ഇതെല്ലാം. നിയാദിനെ ഇപ്പത്തെ നിയാദ് ഈ നിയാദൊന്നും നോക്കടേ. അയ്യോ എനിക്കറിയില്ല. VNV സിറ്റുവേഷൻ ഒക്കെ സംസാരിച്ചു അറിഞ്ഞു ഞാൻ അറിഞ്ഞു. അറിയുന്നുണ്ടടാ, ഞാൻ പുറത്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ നല്ല സിറ്റി കയറിയിട്ടുണ്ടല്ലോ. ഞാനും മാക്കൊക്കെ സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ. അല്ലോ എനിക്കറിയില്ല ഏതായാലും. സത്യം പറയാ ശരിക്കും ഇതാക്കണമെങ്കിൽ ആദ്യം ഞാൻ അസ്പാക്കിന് ചെയ്ത് കൊടുക്കണം കേട്ടോ. ശരിക്കും സ്ട്രീമർ ആക്കണം. അസ്പാക്കിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട അസ്പാക്കിനോടാ. കാര്യം പറയാ വീടുള്ള ബാക്കി ഏറ്റവും കമ്മിറ്റ്മെന്റ് ഉള്ള ആൾ അസ്പാക്കായിരിക്കും. പണ്ടത്തെല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ പണ്ട് സ്ട്രീം തുടങ്ങുന്ന സമയത്ത് ഇവൻ സ്ക്രീനിന്റെ മുന്നിൽ വരുന്നില്ല എന്നേ ഉള്ളൂ. മനസ്സിലാവും? സ്ക്രീനിന്റെ കേരള ലുഫി, താങ്ക് യു ഫോർ ദ 40 rupees super chat. മിസ് യുവർ ഡെയിലി സ്ട്രീം വിൽ ബി ഡെയിലി സ്ട്രീം. ഈ വീക്കിൽ ഒരു ദിവസം നോക്കട്ടെ. നീ അത് വിളിച്ചു മമ്മി, ഞാൻ എന്നാ വരുന്ന വെച്ചിട്ട്. അപ്പം പോണം, കുറേ ആയില്ലേ പോയിട്ട്. അതിലെ ഷമീൽ, താങ്ക് യു ഫോർ ദ 40 rupees super chat. എവിടെ ശേഖി കണ്ടില്ല കുറച്ച് ഡേയ്സ്. ഇന്നലെ മിഞ്ഞാന്നല്ലേനോ? ഇന്നലെ ഈ പറഞ്ഞ ഒരു കറണ്ട് ഇല്ലാത്തതുകൊണ്ടാ, അതുകൊണ്ട് വരാഞ്ഞ്. മിഞ്ഞാന്ന്
സത്യം പറയാൻ പറഞ്ഞില്ലേ 2 ദിവസമായിട്ട് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഈ വീഡിയോന്റെ ബാക്കിലാ ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം കൊണ്ട് ഉണ്ടാക്കി തന്ന വീഡിയോ ആണ് ഇതൊക്കെ. ഞാൻ റെഡിയാണ്. ഹലോ ഹലോ കുട്ടി. അത് മറ്റോളുണ്ടോ റൂബി? ഇത് ബ്ലേക്ക് അല്ലേ? അംബാനി സ്റ്റിൽ സ്റ്റക്ക്. ഐ ഡോണ്ട് നോ വേർ ഈസ് ഹി. ഇത് ഹലോ ഇത് ബ്ലേക്ക് അല്ലേ? ഹലോ ബ്രേക്ക് എന്തിനാ മുതുകണേ? പോട്ടെ. എനിക്ക് മനസ്സിലാവും. മിയാ മിയാ താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ ദ 40 rupees super chat. 1 minute ഇപ്പൊ വരാതോ? ഓക്കേ ഒത്ത് പോയിട്ടോ. മതിയടാ മതിയടാ, സന്തോഷമായി. നല്ല കോസ്റ്റ്യൂം ആട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഈ വശത്തു കൂടെ ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ്. റൂബിന്റെ പേര് വരും. ഞാൻ ഓർത്ത് എന്റെ ഒരു എക്സ് ബോയ് ഫ്രണ്ട് പോലെ ഉണ്ട്. അപ്പൊ സൗണ്ട് എടുക്കുമ്പോ ഞാൻ ഓർത്തു. At Ragish Reza donated to the United Arab thank you bro, thank you for Emirates the through 30 super super chat. chat. I അയ്യോ okay, ഓക്കെ ആണോ I'm ബ്രോ? good. Slightly smiling face. അത് 1-2 ചാറ്റ് ഞാൻ കണ്ടു അതേമാതിരി. അയ്യോ ഓക്കെ ആണോ എന്നല്ല. എടാ വർക്ക് കിട്ടാത്തോണ്ടാടാ. നിങ്ങൾ എന്താ പറയണേ? 2 ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, സീരിയസ്ലി നിങ്ങൾക്ക് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വെറുതെ കുണ്ണത്തിനെ പറയാന്ന് കരുതും. നിങ്ങൾ വിചാരിച്ചണോ ആര്യല്ല. റക്കനോട് എൻ്റെ മോഡറേറ്റർ റക്കനെ അറിയാം, അവനക്ക് അറിയുന്നതാണ്. ഇവർക്ക് ഓല വരെ മാനേജ്മെന്റ് വിസിക്ക് കയറാൻ അയക്കാതെ ഞാനും സ്റ്റോം ഫോഴ്സും അഥവാ മാലിക്കും ഞങ്ങൾ 2 ആളും പാടെ ഇരുന്ന് മാത്രം ചെയ്തതാ. കണ്ണങ്ങ് നോക്കണ്ട, ഉറക്കത്തിന്റെ ക്ഷീണം കൊണ്ട. റെഡി ആവും. ഇന്നൊന്ന് പ്രോപ്പറായിട്ട് ഇന്നത്തെ ലൈവ് കഴിഞ്ഞാൽ ഒന്നൊരു ഉറക്കണ്ട് പോനെ. സോറി, മൈ ബാഡ് എന്നോട് ക്ഷമിക്കണം സാർ. ഹെഡ്ഫോൺ അപ്ലോഡ് ചെയ്യല്ല. സിറ്റി കയറിയല്ലോ. KL Chetox, thank you bro, thank you for the 20 rupees super chat. ജോയിന്റ് അടിച്ച ബോസ് എന്താടാ സിറ്റി കാത്ത അങ്ങനെയൊക്കെ എന്തെങ്കിലും കുണ്ണത്തിന് കാട്ടുന്ന എഴുതിയിട്ട് ഇവിടെ വന്നാണ്ട് ജോയിന്റ് അടിക്കുന്ന പണിയാ. ആ ഓക്കെ സ്ക്രീന് മറന്നു അതിന്റെ കണ്ണ് പറയുമ്പോൾ എന്തോ ഒരു സീനുള്ള മാതിരി അല്ലേ? ചൊക്ക് കൂടി വരുന്നതിന് നിങ്ങളാരും കണ്ണച്ച പറ്റാണോ അവന്? ഇതാണ് സംഭവം. ഈഗിളുമായിട്ട് ഞാൻ ഏറ്റുമുട്ടണം. ഈഗിളുമായിട്ട് ഞാൻ അടിയാവണം. TV ആയിട്ട് MRG വേഴ്സസ് TV അടിയാവണം. അതിപ്പോ നമ്മൾ കോൺട്രവേഴ്സി എടുക്കണില്ലല്ലോ. അതുകൊണ്ട് GTA പോയിട്ട് ഈഗിളുമായിട്ട് അടിയായിട്ട് അതിന് കോൺട്രവേഴ്സി ഇവർക്ക് സുഖം പിടിക്കും. അതിന് വേണ്ട മൊത്തം ഞാൻ ഒരു കാര്യം പറയാം. TV ആയിട്ടുള്ളൊരു വാറ് നിങ്ങൾ പ്രതീക്ഷിക്കണം. മനസ്സിലാവില്ല. 30 ആൾക്കാർ അവരിൽ 30 ആൾക്കാരുണ്ട്, നമ്മളെ ജനലിൽ 30 ആൾക്കാരുണ്ട്. അപ്പൊ അവര് ഏതെങ്കിലും മെമ്പേഴ്സിലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുണ്ടാവും. പക്ഷെ ഞാനും ഈഗിളും ബ്രോ താങ്ക് യു ഫോർ ദ 20. നമ്മള് ഈ ഗെയിമിന്റെ പേരില് അത് തകർക്കാൻ എനിക്ക് താല്പര്യമില്ല, ഓനക്ക് താല്പര്യമില്ല. അത് നമ്മളുണ്ടാവില്ല. ആ പരിപാടിക്ക് നമ്മളില്ല. ഒന്നുള്ള ഈ ടാഗില് കളിച്ചോണ്ടിരുന്ന നമ്മളെല്ലാവരും മനസ്സിലായി. അതിന്റെ ഒരു ഇത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. ഡ്രീമർ MRG ആയിരുന്നു. ചന്ദ്രൻ MRGയിലാ കളിച്ചത്. സിറ്റി കയറ ഒന്ന് ജസ്റ്റ് ഒന്ന് ടീച്ച് ഒന്ന് ഇങ്ങനെ ആണോ MRGയിലായിരുന്നിട്ട്? ഓക്കെ അതങ്ങനെ തന്നെ പോട്ടെ, അങ്ങനെ തന്നെ പോകാനാണ് എനിക്ക് ആഗ്രഹം. സത്യം പറയല്ല ഗൈസ്, നമുക്ക് എല്ലാവർക്കും ആഗ്രഹം തന്നെ. നമ്മളൊക്കെ ആകെ പറഞ്ഞിട്ടുള്ള ഇറക്കും. ഞാൻ കാര്യം പറയില്ല, നമ്മള് തമ്മിലുള്ള ബോണ്ടാകുമ്പോ അറിയാം. പക്ഷെ അസ്പാക്ക് നിങ്ങൾക്ക് അറിയാലോ. അല്ല അതില് ഇവനക്ക് അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഉണ്ടാവും. ഇവൻ അസ്പാക്ക് ഇത്രയും കാലം സ്ക്രീനിന്റെ മുന്നിൽ വന്നിട്ടില്ലാന്നേ ഉള്ളൂ. മനസ്സിലാവും. പണ്ട് മുതലേ ആ ഫസ്റ്റ് തുടങ്ങും മുതലുള്ള കാര്യങ്ങള് ഇപ്പൊ പറയാൻ തുടങ്ങില്ല, കഥ പറയാൻ തുടങ്ങിയാണല്ലോ. ഇങ്ങനെ ഒരു 1.5 മണിക്കൂർ പറയാനുള്ള കഥ ഉണ്ടാവും. മനസ്സിലാവും. മുന്നൂക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. മനസ്സിലാവും. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറ്റേ, ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഉള്ളതിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മുനു ഷമീറും ആകും. അസ്പാക്കൊക്കെ എനിക്കെന്ന് വരുന്നുള്ളൂ. കാരണം അസ്പാക്ക് എപ്പോ എന്റെ കൂടെ ഉണ്ടാകുന്നില്ല, പക്ഷെ എന്റെ സപ്പോർട്ട് ചെയ്യാൻ ആദ്യം മുതലുള്ളത് അസ്പാക്ക് തന്നെയാണ്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഷമീറിനെ പറയും, അല്ലെങ്കിൽ മുന്നിനെ പറയും. പക്ഷെ Thank you bro, thank you for the 10 dirham super chat. Means a lot bro. Love you too. അസ്പാക്ക് ഇപ്പൊ മെയിൻ ആയി തോന്നുന്നില്ല. അസ്പാക്കിന്റെ എത്രമാനം വീഡിയോസ് വരുന്ന ഇൻസ്റ്റാഗ്രാമിലല്ല. Are you serious right now, bro?
ചെക്കണ്ടാക്കിയ വാച്ചിങ്ങും ചെക്കൻ തരുന്ന എന്റർടൈൻമെന്റ് ഒന്നും അത് സത്യം പറഞ്ഞാൽ അത് ആരും തരുന്നില്ല അവിടെ. ആരാടാത്? പണം ഒരു പ്രശ്നമല്ല, അവരുടെ പേടിയില്ല, അവന്റെ ഉള്ളിൽ എന്തോ തട്ടിയിട്ടുണ്ട്. പുഷ്പ എന്നത് ഒരു പേരല്ല, പുഷ്പ ഒരു ബ്രാൻഡാ. തുള്ളുന്ന് എന്റെ അവസ്ഥ ഇതായിപ്പോ അല്ലാടെ ഇവിടെ ഗ്യാങ് മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഹലോ, ഇതാരാണ്? ഇതിന്റെ ഉപ്പ. എടാ ഇങ്ങോട്ടോ, ഇവനിങ്ങോട്ടോ, ബിലാൽ ഇങ്ങോട്ടോ. ഹലോ ഹലോ അല്ലാഹു അള്ളാഹോ ഇതെന്താ അള്ളാഹു കേട്ടോ. എന്തെന്ന്? എടാ അള്ളാഹുവിന് ഇപ്പൊ കളി കൂടുതലാവല്ല. എടാ ഉപ്പാന്ന് പറഞ്ഞ എന്താ? ചെറിയൊന്നും പറയുന്നില്ല, അൺപാർലമെന്റലി വേർഡ്സ് ഒന്നും പറയുന്നില്ലല്ലോ. ഉപ്പാന്ന് പറഞ്ഞ എന്താ? പിന്നെ നിന്റെ ഉപ്പാന്ന് പറഞ്ഞ എന്താ പ്രശ്നം? അതെന്താ എങ്ങനെ പറഞ്ഞാലോ ടോളിന് പ്രശ്നമോ? ടോളിന് നിന്റെ ഉപ്പ അങ്ങനെ പറഞ്ഞ പ്രശ്നമല്ല. നിന്റെ ഉപ്പ അങ്ങനെ പറഞ്ഞാലോ പ്രശ്നം. എങ്ങനെ പറഞ്ഞാലോ സീനല്ലാവേ? എങ്ങനെ പറഞ്ഞാലോ സീനെന്ന് പറ. ഹലോ ടോണിന്റെ ഇതൊക്കെ ഇപ്പലോട് തന്നെ പറയാനേ കച്ചുള്ളൂ. അള്ളാഹുവേ സെന്റർ വെച്ച് ഇല്ലേതോ ഇല്ല. റേഞ്ച് താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ ദ 10 dirham സൂപ്പർ ചാറ്റ്. സെന്റർ വെച്ചൊന്നുമില്ല. സിറ്റുവേഷൻസ് നൈറ്റ് ഔട്ട്. ഞാൻ കുറച്ച് അറിഞ്ഞിക്കണേ, പ്യൂറായിട്ട് വീഡിയോ ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളത്. പക്ഷെ നീ എന്റെ ഊരിൽ അഭിനയിച്ച എനിക്ക് ഇഷ്ടപ്പെടില്ല. കാര്യം പറയല, അത് വിടും. എങ്ങനെയുണ്ട് എന്റെ ആക്ടിങ്? എങ്ങനെയുണ്ട് ഇപ്പൊ പറ. ടീമിന്ന് ഒരിക്കലും പുറത്തേക്ക് വരുന്നു. ടീമെന്ന് പുറത്താണെങ്കിൽ എന്റെ ലൈഫ് ഒന്ന് വേണം. 12 കൊല്ലായിട്ട് പോയിട്ടില്ല, അതിനെപ്പോ പോകാനാണ്. ഡബ്ല്യു എന്നാ പിന്നെ ഇതിൽ കയറാല. ഈ സ്ഥലം അറിയോ? ശരിക്ക് ഈ സ്ഥലം അറിയില്ല. ധാരദാ സ്ഥലം അതൊക്കെ അല്ല. ബോസ് ഭൂമിക്ക് കാശ് കൊടുക്കേണ്ട, അവർക്ക് അത് ഇഷ്ടമല്ല, അത് യൂസ് ചെയ്യുന്നില്ല. എന്താ? ഹലോ, ഹായ് ബ്രോ. ഹായ്, എന്താണ് പേര് ബ്രോ? ഇസ്മായിൽ, കൊറിയൻ ഇസ്മായിൽ. ഓ ഇസ്മായിൽ ബ്രോ. ഹായ് ബ്രോ. ഹായ് ബ്രോ. എന്റെ ഒരു മീമോ. നീ എത്ര തന്നേ? അമൽ ദേവ് മിസ് യു ടു ബ്രോ. 5 നിങ്ങൾക്ക് എത്ര പൈസ വന്നേ? ഇങ്ങോട്ട് വന്നേ. അതെന്താന്ന് വെച്ചാല് എന്റെ കയ്യിലിരുന്ന പൈസയാ. എന്നെ റോബ് അടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പോവും. മാത്രല്ല എനിക്ക് പൈസ വേണ്ട. അതെനിക്ക് വെറുതെ കിട്ടിയ പൈസയാ, അതുകൊണ്ട് എനിക്കത് വേണ്ട. അതെന്റെ ഫ്രണ്ട് തന്നതാ. ഫ്രണ്ടോ? ഞാൻ ഫ്രണ്ടാന്നോ? കാശ് കൊടുക്കേണ്ട ഒക്കെ ഇഷ്ടമല്ലാതെ അവള് യൂസ്. എടാ അത് ഓള് വേറെ ആർക്കെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവളെ ചോയ്സാണ്. നമ്മളാ പൈസ കൊടുക്കുന്നതോട് കൂടി പിന്നെ അത് ഓളതാണ്. ഒക്കെ അത് വേണ്ടാതെ കൊടുക്കുക, അത് വേറെ ആർക്കും കൊടുക്കുക, അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ അവള് ഫ്രണ്ട് പറഞ്ഞില്ല. ഓക്കെ എന്തോ കൊറിയൻ പാട്ടൊക്കെ അറിയോ? പാട്ടാടോ? കൊറിയൻ പാട്ട് എനിക്ക് അറിഞ്ഞൂടാ. കൊറിയൻ ഏതേലും എനിക്ക് ഗംബേർട്ടാ. ഇത് കമ്പേട്ടാ? എന്ത് കമ്പേട്ട്? കംഫോർട്ടാ ഇത് പാട്ട്. മറ്റേ ശാരികെ നിന്നെ കാണാൻ. ഞാൻ പാടുവാ. ശാരികെ നിന്നെ കാണാൻ താരകം ആശംസയേകാനന്ദേ സ്നേഹവും പോന്നു. എന്താണത്? കൊറേ വീഡിയോ എല്ലാം ഉണ്ടോന്നുണ്ട്. എന്താണ് നിങ്ങൾ മിണ്ടാത്തേന്നാ? എന്താ എവിടെയൊക്കെ ഇരിക്കാം, ആളിനോടത്തിരിക്കാം, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചു. എന്റെ ഇക്ക സിറ്റിയിലല്ല. എന്റെ ഇക്ക വരും തോന്നില്ല. എന്റെ ഇക്ക സിറ്റിയിലല്ല. ഈ ഇസ്മായിലാണ് ഇത് ഫുള്ള് മൂപ്പിച്ചു കൊടുക്കണത്. ഫുഡ് കഴിച്ചിട്ടില്ലടാ, ഫുഡ് കഴിച്ചിട്ടില്ല.
ആഫ്റ്റർ പപ്പോഫിന്റെ ദിവസം ഇക്ക അങ്ങനെ ഉണ്ട്? ഇക്കയ്ക്ക് എന്നെ വലിയ മൈൻഡൊന്നുമില്ല. ഇക്ക അങ്ങനല്ലല്ലോ ഞങ്ങളോട് പറയലേ, ഭൂമിയാണ് ഫസ്റ്റ് എന്നിട്ടുള്ളൂ ഇജ്ജൊക്കെ, അങ്ങനെയല്ലോ പറയലേ. അങ്ങനെ ഇക്ക പറയില്ല. ഇക്കയ്ക്ക് പ്രയോറിറ്റി ലിസ്റ്റിൽ ഞാനുണ്ട്, അത്രയുണ്ട് ഇക്ക. അതാണ് ഇക്ക. പിന്നെ ഇപ്പൊ എന്നോട് അങ്ങനെ അധികമായിട്ട് മിണ്ടത്തൊന്നുമില്ല പണ്ടത്തെ പോലെ. ഏതാണ് രാജുഭായ്? ശുക്കൂർ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു സിറ്റുവേഷൻ രാജുഭായ്ക്ക് FPS തുടങ്ങിയില്ല. മോളിൽ കയറാം, മോളിൽ കയറി. ഈ ലാഗിൽ എനിക്ക് ഒന്നും ചെയ്യാനില്ല. രണ്ടുപേരാണ് ബ്രോ ഡൈനെ കൊടുക്കണം എന്തായാലും. വിക്ക് ഗംഗണ്ടി ഫാൽക്കനാണ്. പറഞ്ഞേ നീ ഇവിടെ ഇല്ല, നമ്മളെ കേജിന്റെ അപ്പുറത്ത്. എവിടെയാണ്? നീ അവിടെ നിന്നോ? എവിടെയാണോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്താണ് നിന്റെ പ്രശ്നം ഷാഗി? നീ പറഞ്ഞ ഷാഗി, നീ ഷാഗി നീ ഞാൻ സാധനം തരട്ടെ. ഇത് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് കണ്ടാ രസമുണ്ടാ? അവരാട്ടാൻ അറിയാം. ഒന്നും കൂടെ ആട്ടിക്കടാ, ഒന്നും കൂടെ ആട്ടിക്കടാ. നീ നിലവ് തുടച്ചേ കാട്ടെ. നീ മണക്കത്. നീ നിലവ് തുടക്കി കാട്ടെ. നീ ഇതൊന്ന് ഈ സെല്ലും തുടയടാ, ഈ സെല്ലും തുടച്ചടാ. എങ്ങനെയാന്ന് നീ വൃത്തിയാക്ക്. നീ എങ്ങനെയാണോ മുതുക്ക് വൃത്തിയാക്കണം അതേപോലെ മനസ്സിലായോ? പാന്റ് പറഞ്ഞോ? എല്ലാം പാന്റ് ഷർട്ട് എല്ലാം. ഓക്കെ ഷർട്ട് എല്ലാം ഷർട്ട് ഇങ്ങനെല്ലാം ടോർച്ചറാക്കിനി. ഇതാണോ ഫാൽക്കൻ? കൊന്നാളെയാണ് ഇത് നായ്ക്ക് മരിക്കാൻ പറ്റും. കത്തിച്ച കൊന്നത്തിച്ചെന്നുള്ള യാറിനെ ഞാൻ അറിയിച്ചോ. രണ്ട് മൂന്ന് ദിവസം കൂടി കാത്തു നിൽക്കാമല്ലോ. ഇതിലൊക്കെ ഇത്ര അല്പം സെറ്റായോ? ഞാൻ പറഞ്ഞത് കേട്ടോ. ഇപ്പൊ തട്ടിക്കൊണ്ട് പോവാ. എന്താ എന്നെ വെടിക്കണേ? ആ ബോട്ട് 30 മിനിറ്റ്സ് ഹോസ്റ്റേജോ? 2-3 ദിവസം കഴിയട്ടടാ. റിവെഞ്ചും മുട്ടൊക്കെ 2-3 ദിവസം കഴിയണം. എന്തായാലും ഗ്യാങ് ഫോം ആണ് കഴിഞ്ഞപ്പോ നമുക്ക് ഗ്രഡ്ജോ അല്ലെങ്കിൽ ഇതൊന്നുമില്ല. ഇതെന്താ ഇങ്ങനെ ഓ എക്സലിന്റെ കളിയാന്ന്.